പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പലപ്പോഴും ശീലങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കാറുണ്ട്. ഈ പ്രഭാത പരിപാടിയിലും ഞാൻ പലപ്പോഴും പ്രേക്ഷകരുമായി അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട്. പലപ്പോഴും ചില ശീലങ്ങൾ മുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതറിയണമെങ്കിൽ ഈ ജിമ്മിലും ഒക്കെ പോകുന്ന മനുഷ്യർ, രാവിലെ നടത്തത്തിനിറങ്ങുന്ന മനുഷ്യർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് സൂക്ഷ്മമായി നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ടാവും. ഒരു പുതിയ ശീലം നിങ്ങൾ തുടങ്ങിയാൽ ആ ശീലത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് പോകാൻ അല്ലെങ്കിൽ ആ ശീലം തുടരാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ ഒരു മിസ്റ്റേക്കായിട്ട് കണക്കാക്കാം. നിങ്ങളുടെ ശീലത്തിൽ ഒരു ദിവസം ഒരു വീഴ്ച സംഭവിച്ചാൽ അതൊരു മിസ്റ്റേക്കാണ്. പക്ഷേ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ശീലത്തിൻ്റെ തുടക്കക്കാരനാവും. ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഏതു കാര്യത്തിനും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് എൻഡ്യൂർ ചെയ്യുക, അത് തുടരുക എന്നതാണ്. ചിലപ്പോൾ വലിയ വേദനയായിരിക്കും, വിഷമമായിരിക്കും, കയ്യിലും കാലിലും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ മാനസികമായ സമ്മർദ്ദമുണ്ടാവും. അയ്യോ, നിങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടമുണ്ടാവും. പക്ഷേ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു നിമിഷമുണ്ടല്ലോ, പോയിന്റ് ഓഫ് ഫെയിലിയർ എന്ന് പറയും. ആ പോയിന്റ് ഓഫ് ഫെയിലിയറിനെ നിങ്ങൾ അതിജീവിച്ചാൽ പിന്നെ നിങ്ങളുടേത് പുതിയ ശീലമായി തീരും. അപ്പോൾ ശീലത്തെ അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ എൻഡ്യൂറൻസ് നേടണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാനസികമായും ശാരീരികമായുമുള്ള വിഷമങ്ങൾ അതിജീവിക്കാനുള്ള പോയിന്റ് ഓഫ് ഫെയിലിയറിനെ മറികടക്കണം.